ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇത് ഞങ്ങൾ ബെൻസിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ദിവസമുള്ള വീഡിയോയാ. അയ്യോ ആൻറ്റി പറയട്ടെ. അയ്യോ ഉടുപ്പിടാത്തവരൊന്നും പറഞ്ഞു. അപ്പം ഞങ്ങൾ അഞ്ചേന്ന് വന്ന വഴിക്ക് ഒരു ഇച്ചിരി വീഡിയോ എടുത്തേ. എന്നോടൊരു ആൻറ്റി പറഞ്ഞായിരുന്നു, മോളെ അഞ്ചലൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കണേന്ന്. ഉള്ളതുപോലൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ പോയി, പക്ഷെ അവിടെ നിന്നൊന്നും എടുക്കാൻ എനിക്ക് അതിൻ്റേതായ ഒരു ഇത് പറ്റിയില്ല. കണ്ണ് കാണിക്കാനൊക്കെ പോയപ്പോൾ അങ്ങ് വരെ പോയില്ലായിരുന്നു. ഇതിപ്പം ഞങ്ങൾ പെൻസിയുടെ അവിടെ നിന്ന് വരുന്ന വഴി ഞങ്ങൾ അഞ്ചലെത്തിയത്. അഞ്ചൽ എന്ന് പറയുന്നത് അഞ്ചൽ ചന്തയുടെ അവിടെ. ഇത് ഇപ്പം ചന്തയൊന്നും അകത്തില്ല. അകത്തവിടെ എന്തോ പണി നടത്തിയിട്ട് അത് കോംപ്ലക്സ് ആക്കാനാണ്. ഇപ്പം ചന്ത ആ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഇവിടെ മുക്കട ജംഗ്ഷൻ, മുക്കടയുമല്ല, അങ്ങ് ആയൂരൊക്കെ, തിരുവനന്തപുരത്തോട്ടും ആയൂരോട്ടൊക്കെ പോകുന്ന റൂട്ടുണ്ടല്ലോ, അവിടെ വായത് ചന്തമുക്ക്. അപ്പോൾ കുറച്ചൊക്കെ എടുത്ത് ആൻറ്റി എന്നോട് പറഞ്ഞായിരുന്നു പ്രത്യേകം ഒന്ന് അവിടെയൊക്കെ കാണിക്കണേന്ന്. അയ്യോ ഇപ്പം നമുക്കൊന്നും മനസ്സിലാവത്തില്ല. എല്ലായിടവും അതുപോലായി. ഞാര വര കടകളും ബേക്കറികളും ഹോസ്പിറ്റലുകളും ഇന്ന് വേണ്ട. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ആണെങ്കിൽ, നമ്മൾ പഴയ ആൾക്കാരിപ്പം വരുവാണെങ്കിൽ അഞ്ചലോട്ട് വന്ന് നടന്നു പോകുമെങ്കിൽ ആർക്കും മനസ്സിലാവത്തില്ല ഇത് എവിടെ എന്തുവാന്നുള്ള. ഇപ്പം ഈ ഇടവഴി എങ്ങാനും പോവുകയാണെങ്കിൽ എവിടെ വഴിയെന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. അതുപോലെ അങ്ങ് വിപുലീകരിച്ചെന്നുള്ളതാണ്. ഒരു ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയും കടകളും അങ്ങനെ പല പല കാര്യങ്ങളാണ്. അവിടുന്ന് ചിന്തിച്ച് വന്നത് അഞ്ച ചന്തയിലൊക്കെ ഒന്ന് പോകണമെന്നും പറഞ്ഞാൽ ഇതുവരെ ചന്തയിലൊന്നും പോകാൻ പറ്റിയില്ല. ഞങ്ങളില്ല കാറിലായോണ്ട് ഞാൻ സൈഡിൽ ഇരുന്ന് കുറച്ചിങ്ങനെ എടുത്തതാണ്. അപ്പം നമുക്കിങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്യാനും ഇപ്പോൾ പറ്റത്തില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു പാർക്ക് ചെയ്യുക. ഇപ്പം കടകളുടെയൊക്കെ മുമ്പിൽ പാർക്ക് ചെയ്താൽ അവരും വഴക്കം അറിയത്തില്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് എടുത്ത് ആൻറ്റിക്ക് കാണണമെന്നും പറഞ്ഞ് ഞാൻ എന്നിട്ട് പെൻസിൽ പറഞ്ഞെടി, നിങ്ങൾ എന്നെ നമ്മുടെ കോളേജ് ജംഗ്ഷൻ എന്നാണ് പറയുന്നത്, അവിടെ എന്നെ ഇത്തിരി അങ്ങോട്ട് പുറകോട്ട് നിർത്തിയേരെ, ഞാൻ നടന്നങ്ങ് വരാമെന്ന്, നിങ്ങൾ കാറങ്ങ് മുന്നിൽ കൊണ്ടങ്ങിടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വന്നോടനെ വെയിലായിരുന്നു, വെയിൽ. പിന്നെ ഞാൻ ചിന്തിച്ച് പിന്നെ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഇനിയിപ്പോൾ ഒക്കും എനിക്ക് തോന്നുന്നില്ല അഞ്ചലൊരു പോക്ക്. പിന്നെ ഞങ്ങൾ അവിടെ പ്രഭാ ബേക്കറിൽ ഇറങ്ങി. ബേക്കറിലോട്ട് കയറിയാൽ സത്യം പറഞ്ഞാൽ എന്തോ വാങ്ങിക്കണമെന്ന് നമുക്കറിയത്തില്ല. നെയ്യപ്പം, പരിപ്പ് വട, പഴംപൊരി, ഉഴുന്നുവട, മുട്ട പപ്സ്, ബർഗർ, ഷവർമ എന്ന് വേണ്ട, എന്താ ചിക്കൻ റോള്, അങ്ങനെ കണ്ടാൽ നമുക്ക് കൊതിയാവും. പിന്നെ കുറച്ച് യുവമാർക്കെല്ലാം ഇഷ്ടം മുട്ട പപ്സാണ്. പിന്നെ മുട്ട പപ്സും പരിപ്പ് വട അങ്ങനെയൊക്കെ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച്. ഗുണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഗുണ്ടും വാങ്ങിക്കുമായിരുന്നു. പിന്നെ മോദകം വാങ്ങിച്ചില്ല, അത് പിള്ളേർക്കൊന്നും അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഞങ്ങൾ ഒരു വിധത്തിൽ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു. അവരിത്തിരി മുന്നോട്ട് നിർത്തി. അങ്ങനെ ബേക്കറി കയറി ഞാൻ ഇതെല്ലാം ഒന്ന് വാങ്ങിച്ച്. കൊച്ചുങ്ങൾക്ക് മുട്ട പപ്സ് വേണോ, ഒരാൾക്ക് മുട്ട പപ്സ്, ഒരാൾക്ക് ടൊമാറ്റോ മുറുക്ക് വേണമെന്ന് പറഞ്ഞു വിട്ടായിരുന്നു. അപ്പം അത് ഒരു പാക്കറ്റേ കിട്ടിയുള്ളായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട്, മുട്ട പപ്സ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടുത്തെ നമ്മുടെ ബോംബെയിലത്തെ കൂട്ടുള്ള ബർഗറും അല്ല ഇവിടുത്തെ ബർഗർ, ചിക്കൻ ഒക്കെ വെച്ചുള്ള, അതും നല്ലതായിട്ട് മൊരിഞ്ഞ ചിക്കനൊക്കെ വെച്ച് അങ്ങനെയുള്ള ബർഗറാണ്. പോളച്ചാച്ചന് പ്രൈസിനെ കണ്ടോണ്ടേ സങ്കടം, എനിക്ക് സ്നേഹമാണോ? ചുമ്മാ ഇതെന്ന് പറയുന്നത് അവൻ ബെൻസിയോട് ഓരോ കാര്യങ്ങൾ, ബെൻസിക്കാണെങ്കിൽ സമയം കിട്ടിയതേ ഇല്ല ഇവിടെ നിൽക്കാൻ. ഞങ്ങൾ വന്ന് അങ്ങ് പോയി. ഒരു ദിവസം പോലും അവർക്ക് മാറി, സത്യം പറഞ്ഞാൽ അങ്ങനെ മാറി. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ മാറി നിന്നേ പറ്റത്തുള്ളൂ. ഇവൻ അവൻ്റെ മൊബൈലിലെ കാര്യങ്ങളും മൊബൈലിലെ പന്ന ഫോട്ടോകൾ അവൻ തോണ്ടിക്കളയും, നല്ല ഫോട്ടോകൾ ഇടും, അതൊക്കെയാണ് പറയുന്നത്. പിന്നെ കുറച്ചൊക്കെ ഞാൻ എടുത്തു, ബാക്കി നൃത്തത്തിൽ അവൻ നോൺ സ്റ്റോപ്പാണ്. എന്തിനാ വിഷമം? അയ്യോ അവരെ കാണാത്തോണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇടയ്ക്ക് വാട്സാപ്പില് വീഡിയോ ഒക്കെ വിളിച്ച് കാണണം.
ജേക്കിന് മെസ്സേജ് ഇടുന്നത് ഇഷ്ടമല്ലെന്ന്. നിനക്ക് നീ എന്തായാലും വിഷമം വരുമ്പോഴൊക്കെ ആ മൊബൈല് പപ്പയുടെ നിങ്ങോട്ട് മേടിക്കണം, വാട്സപ്പ് എടുക്കണം, വീഡിയോ കോൾ ചെയ്യണം. എനിക്ക് അമ്മയുടെ ഫോൺ എടുക്കണം, എന്നിട്ട് വീഡിയോ കോൾ ചെയ്യണം. ഫോൺ എടുത്തെറിഞ്ഞു ഒത്തിരി മെസ്സേജ് ഇട്ട് കൊടുത്തു, ഒത്തിരി ഫോട്ടോ ഇട്ട് കൊടുത്തു. ആർക്ക്? ചായങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്തു. ഉടുത്തിയോ? മലയാളം അറിയാത്ത പോളിനെല്ലാം മനസ്സിലാവുന്നു. എന്നിട്ട് ചായങ്ങൾ എന്താ പറഞ്ഞു? ചായങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് എന്താ പറഞ്ഞു? അമ്മയുടെ ഫോൺ എടുത്ത് വെച്ച് നോക്കണമെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ വേണമെങ്കിൽ ഫോട്ടോക്ക് വേണമെങ്കിൽ അമ്മയുടെ ഫോൺ നോക്കിക്കോളാം. ഞാൻ ഫോട്ടോ നോക്കാം. നല്ല ഫോട്ടോ ഉണ്ട്. നല്ല ഫോട്ടോ, ഐസ്ക്രീമിന്റെ ഫോട്ടോ, പിന്നെന്തോത്തിന്റെ ഒത്തിരി നല്ല ഫോട്ടോ, നല്ല ഫോട്ടോകള് മമ്മിയുടെ ഫോട്ടോ ഈ മൊബൈലിലുണ്ട്. പന്ന ഫോട്ടോകൾ ഞാൻ എടുത്തില്ല. പന്ന ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ, ഞങ്ങൾ നല്ല ഫോട്ടോ എടുത്തുള്ളൂ. പന്ന ഫോട്ടോ എന്നിട്ട് എന്താ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ? പന്ന ഫോട്ടോ ഞങ്ങള് കളയും. പന്ന ഫോട്ടോ ഒക്കെ എടുത്ത് കളഞ്ഞേ. മെസ്സേജ് മെസ്സേജ് നിൽക്കുമ്പോ നിൽക്കണം, എന്നിട്ട് മാറ്റി കളയൊക്കത്തില്ല. അങ്ങനെ പന്ന വന്നാല് അത് തോണ്ടി കളയണം. പന്ന ഫോട്ടോ ഒക്കെ തോണ്ടി കളയണം. പിന്നെ നോക്കുമ്പോൾ നല്ല ഫോട്ടോ, ആ ഫോട്ടോയിലും നല്ല ഫോട്ടോ തോണ്ടി കളഞ്ഞ് പന്നിൽ തോട്ടി കളഞ്ഞിട്ട് നല്ല ഫോട്ടോ വരുമ്പോ വാട്സപ്പില് ചെക്കി ഇടണം. മണ്ടക്കിടന്ന് എന്നിട്ട് ഫോട്ടോ ഇട്ടു. ആർക്കിട്ട് കൊടുത്ത്? എല്ലാ ഷായങ്കൾക്കാണ് ഇട്ട് കൊടുക്കുന്നേ. ഷായങ്കളായിരുന്നു നിന്റെ കൂട്ടുകാരനോ? ഇത് ബെൻസിയെ ഉറക്കുക. അവനെ ഉറക്കുമ്പോൾ അവനൊരു സ്റ്റോറി പറയുന്നുണ്ടല്ലേ. പിന്നെ ആങ്ങളെ പറയുന്നത് കുറച്ച് അവൻ കയ്യിൽ നിന്ന് ഇട്ടുണ്ടാക്കി ഫ്ലൈങ് കിസ് തന്നു തറയെ ഒരു വക കഴിക്കത്തില്ല. അവൻ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം ഇങ്ങനെ നടക്കണം. ഇപ്പൊ കണ്ടേനായിരുന്നു. അപ്പോൾ അവൻ കയ്യിൽ നിന്നിട്ട് കുറേ സ്റ്റോറി ഉണ്ടാക്കും. അതൊക്കെയാ. പിന്നെ കുഞ്ഞിന് എന്തോലും പറയാനുണ്ടോ? എനിക്ക് പല കാര്യങ്ങളുണ്ടോ? എല്ലാരും ആന്റിയുടെ വിജയാന്റിയുടെ വീഡിയോ കാണണേന്ന് പറഞ്ഞേ. മോൻ പറ, എല്ലാരും വിജയാന്റിയുടെ വീഡിയോ കാണണേന്ന് പറ. എല്ലാരും വിജയാന്റി വീഡിയോ കാണണേ. നിങ്ങള് സുഖായിരിക്കും, ഞങ്ങളും സുഖായിരിക്കും. നിങ്ങൾ സുഖമായിരിക്കുന്നോ? ഞങ്ങളും സുഖമായിരിക്കുന്നു. എനിക്ക് ഒത്തിരി കഥകൾ അറിയാം. ഒത്തിരി കഥകൾ അറിയാം. അറിയാത്ത കഥകൾ എൻ്റെ അമ്മ പറയും. അറിയാത്ത കഥകൾ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ എനിക്ക് പുതിയ പുതിയ കഥകളുണ്ട് എൻ്റെ അബി പഠിപ്പിച്ച. അവൻ്റെ അബി എന്ന് പറയുന്നത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അബി പഠിപ്പിച്ച പുതിയ പുതിയ കഥകളുണ്ടെന്ന്. നിങ്ങൾക്ക് മുല്ലപ്പൂമാല തരാന്നോ? ഞങ്ങൾ വീട്ടിലുണ്ട്. ഞങ്ങളുടെ വീട്ടിലുണ്ട്. നിങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾ തരാം. വേറെ ഓക്കെ ബൈ ബൈ. തക്കടി കുത്താനേ പൊന്നടി കുത്താനേ, തക്കടി കുത്താനേ പൊന്നടി കുത്താനേ, തക്കടി കുത്താനേ
ഒന്നടി കുത്തണേ. നീ ഉറങ്ങുമെന്ന് തോന്നുന്നു പാട്ട് പാടി പാടി. ആ മുയലില് ഒരു ദിവസം ആനെ തോപ്പിച്ചു. എന്തറിയാമോ? ആ മുയലിന് തെടുത്ത ആന വന്ന് അത് കൊണ്ട് തോപ്പിച്ചു. ഞങ്ങൾ ബെൻസിൻ്റെ അവിടെ പോയണേ ഒരു ചക്ക വേവിക്കാനും ഒരു ചക്ക പഴുപ്പിക്കാനും ഇട്ട്. അപ്പം ഞങ്ങൾ 1-2 ദിവസം കൂടെ ലേറ്റായിട്ടല്ലേ വന്നേ. അപ്പോൾ അത് പഴുത്ത്. അങ്ങനെ ഇപ്പോൾ അതെല്ലാം പറിച്ച് എല്ലാവർക്കും കൂടെ തിന്നാനെടുത്തതാണ്. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പിള്ളേർക്ക് ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല. ഇപ്പോഴാണ് കൊച്ചുങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.